ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണ ഉത്തരവിൽ ഗൂഢാലോചനയുണ്ട് എന്ന് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലാണ് ഈ ആരോപണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും തനിക്കെതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയെന്നും ഈ കത്തിൽ KM എബ്രഹാം ആരോപിക്കുന്നുണ്ട്. അമൽ തിരുമുറ വിവരങ്ങൾ വേണ്ട. അമൽ, ഇതന്നെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞാണ് തനിക്കെതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ ഗൂഢാലോചനയാണ് ഇത് എന്നൊക്കെ. ഇതിപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമ്പോൾ അടുത്ത നടപടികൾ പ്രതീക്ഷിക്കുകയാണോ? െതിരെയുള്ള അന്വേഷണം നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയൊരു ആരോപണം കൂടി വരുന്നത്. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ഇത്തരം ഒരു ആരോപണം സംബന്ധിച്ച് ശബ്ദരേഖ IAS ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ പ്രചരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് കത്തായി അയക്കുകയാണ് KM എബ്രഹാം. CBI അന്വേഷണ ഉത്തരവിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തന്നെ സർവീസിൽ നിന്ന് മാറ്റിയെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണിത് എന്നുള്ളതാണ് KM എബ്രഹാം പറയുന്നത്. മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് KM എബ്രഹാം ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഗൂഢാലോചന അന്വേഷിക്കണം, അത് IAS ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരുടെ, രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണം. ജോമോൻ പുത്തമ്പുരയ്ക്കൽ രണ്ട് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഗൂഢാലോചനയുടെ ശബ്ദ സന്ദേശം കയ്യിലുണ്ടെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇനി എന്ത് നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയച്ച കത്താണ്. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു നടപടിക്ക് വിധേയനായ ഉദ്യോഗസ്ഥർ അങ്ങനെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ആ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നൊന്നും പതിവില്ല. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുണ്ടാകും എന്നുള്ളത് എബ്രഹാമിന് മുഖ്യമന്ത്രിയിലേക്കുള്ളൊരു വിശ്വാസമായിരിക്കും. ഇപ്പോൾ മുൻ DGP ജേക്കബ് തോമസ് ഒക്കെ പറഞ്ഞത് ഇങ്ങനൊരു ആരോപണം, ഇങ്ങനൊരു അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ ഉടനടി താൻ വഹിക്കുന്ന ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടതെന്നാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല. ആ സ്ഥാനത്ത് അതേപടി തുടരുന്നു. ഇപ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കലും പറഞ്ഞത് ജോമോൻ പുത്തമ്പുരയ്ക്കലിനെതിരെയാണ് എബ്രഹാം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം ജോമോൻ പുത്തമ്പുരയ്ക്കൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്രയും ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണ വിധേയനാകുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ കത്തയച്ച് തന്നെ ഒന്ന് സംരക്ഷിക്കണം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത് പോലെ ആയാലും ഈ ആവശ്യത്തിന്റെ പുറത്ത് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും 3 പേർ മസ്കറ്റ് ഹോട്ടലിൽ ഇരുന്ന് സംസാരിച്ചതിന്റെ ശബ്ദരേഖ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. എങ്കിലും ജോമോൻ പുത്തമ്പുരയ്ക്കൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി, ഇതിനു മുൻപുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ അങ്ങനെ നീങ്ങുന്നു എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ KM എബ്രഹാം ശ്രമിക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ KM എബ്രഹാം പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിലുള്ളപ്പോൾ സംരക്ഷിക്കാൻ എത്തിയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നലെ ദിവിഷ് ആദ്യം പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം നേരത്തെ പ്രചരിക്കുന്നുണ്ടായിരുന്നു, തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണം ആദ്യമായാണ് വരുന്നത്. അത് പക്ഷേ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കൃത്യമായി തന്നെ അറിയിക്കുന്നു. മാത്രമല്ല ഈ ശബ്ദ സന്ദേശം അടക്കം തന്റെ കൈവശമുണ്ടെന്നുള്ള അവകാശവാദം കൂടി KM എബ്രഹാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു IAS ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ആ വിഷയം കുറച്ച് ഗൗരവത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും എടുക്കേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രി സംരക്ഷിക്കും. അല്ലെങ്കിൽ പക്ഷേ അമൽ, ഇങ്ങനെ ഒരു അന്വേഷണ വിധേയനായ ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ ഓടിച്ചാടി ഇടപെടുമെന്ന് കരുതാനും വയ്യല്ലോ. ഗുരുതരമായ ആരോപണമാണ് KM എബ്രഹാമിനെതിരെ ഉയർന്നിരിക്കുന്നത്. ആരോപണത്തിൽ സംരക്ഷിക്കാൻ ഇതുവരെയും ആരും രംഗത്തെത്തിയിട്ടില്ല. പക്ഷേ ഈ ഇത്തരമൊരു ആരോപണത്തിനെതിരെ ഒരു പ്രതിരോധം ഉയരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം തെളിവുകളൊക്കെ തന്റെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാവും സർക്കാർ പ്രതിരോധിക്കുക എന്നാണ് ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം നാളെ ഇപ്പോൾ പ്രധാനപ്പെട്ട യോഗങ്ങളും മറ്റുമൊക്കെ നടക്കാനുണ്ട് കിഫ്ബിയുമായി സംബന്ധിച്ചൊക്കെ. അപ്പോൾ കിഫ്ബിയുടെ CEO ആയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണം ഉയരുമ്പോൾ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാകും. മുഖ്യമന്ത്രി എന്താകും തീരുമാനിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. തനിക്കെതിരെ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു. ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് KM എബ്രഹാമിന്റെ ആരോപണം. ആ ആരോപണം ഉയരുമ്പോൾ സർവീസിൽ മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലിക്കിരിക്കുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ഗൂഢാലോചന നടത്തിയെന്ന് KM എബ്രഹാം ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഒരു വിവേചനാധികാരമുണ്ട്. എന്ത് തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടി വരുന്നു.
ശരി ശരി. അമൽ തേരമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന KM എബ്രഹാം. പക്ഷേ ഇപ്പോൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു, അതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ജോമോൻ പുത്തുമ്പുരക്കലിനടക്കം പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കത്ത്. വിശദമായ ബാങ്ക് രേഖകളും ഒക്കെയുണ്ട്, തൻ്റെ കൈവശം ഓഡിയോ സന്ദേശമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്.